ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 18 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. അഭയാർത്ഥി ക്യാമ്പിലും സംഭരണശാലകളിലും പ്രവർത്തിച്ചു വന്ന കൊലയാളികളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. വ്യോമാക്രമണത്തിൽ ഹമാസിന്റെ ഉന്നത നേതാവ് ഉൾപ്പെടെ 10 പേർ കൊല്ലപ്പെട്ടു. ഭക്ഷണത്തിനും മരുന്നിനും കാത്തുനിന്നവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട്. നേരത്തെ ആയുധങ്ങളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്ത സംഭരണശാലയിൽ നിന്ന് വിമാനങ്ങൾക്ക് നേരെ റോക്കറ്റ് ആക്രമണമുണ്ടായതിനെ തുടർന്നാണ് തിരിച്ചടിച്ചതെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഗാസ സിറ്റിയിൽ ഹമാസ് പ്രവർത്തകർ ഒളിച്ചിരുന്ന സ്ഥലത്തിനു നേരെ നടത്തിയ ആക്രമണത്തിലാണ് സ്ത്രീയും കുട്ടിയും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെട്ടതെന്നും അറിയിച്ചു. അതേസമയം വ്യാഴാഴ്ച നടന്ന ഇസ്രയേൽ ആക്രമണത്തിൽ വടക്കൻ ഗാസയിൽ കൊല്ലപ്പെട്ടവരിൽ മേഖലയിലെ അവസാനത്തെ അസ്ഥിരോഗ വിദഗ്ധനുമെന്ന പലസ്തീൻ. ഇസ്രയേൽ ടാങ്ക് ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിലാണ് ഡോക്ടർ സെയ്ദ് ജോദ കൊല്ലപ്പെട്ടത്. വ്യാഴാഴ്ച ആശുപത്രിയിലേക്കുള്ള വഴിയിലാണ് ഡോക്ടർ സെയ്ദ് ജോദ കൊല്ലപ്പെട്ടത്. വടക്കൻ ഗാസയിലെ കമാൽ അദ്വാൻ അൽ അദ്വ ആശുപത്രിയിലെ സർജനായിരുന്നു ഡോക്ടർ സെയ്ദ് ജോദയെന്നാണ് BBC റിപ്പോർട്ട് വിശദമാക്കുന്നത്. എന്നാൽ സംഭവത്തെക്കുറിച്ച് അറിവില്ലെന്നും സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്നുമാണ് ഇസ്രയേൽ സൈന്യം വിശദമാക്കുന്നത്. ടാങ്കുകളുടെ നേരിട്ടുള്ള ആക്രമണത്തിലാണ് അസ്ഥിരോഗ വിദഗ്ധൻ കൊല്ലപ്പെട്ടത്. ഡ്രോൺ ആക്രമണത്തിലാണ് ഡോക്ടർ കൊല്ലപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഗാസയിലെ ആശുപത്രികളിൽ നിലവിൽ രോഗികൾക്ക് ആവശ്യമായ സാഹചര്യങ്ങളില്ല. ഇതിനിടെയാണ് ഡോക്ടർമാർ ഇല്ലാത്ത അവസ്ഥ കൂടി നേരിടേണ്ടി വരുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ ഹമാസ് കേന്ദ്രങ്ങളിലേക്കാണ് ആക്രമണമെന്ന പതിവ് പല്ലവിയാണ് ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിലെ സൈന്യം പറയുന്നത്. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 35 പേർ കൂടി കൊല്ലപ്പെട്ടു. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെട്ട് UN ജനറൽ അസംബ്ലി പ്രമേയം പാസാക്കിയതിന് പിന്നാലെയുണ്ടായ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളുമടക്കം 35 പേരോളം കൊല്ലപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മധ്യ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെയാണ് ആക്രമണം നടന്നത്. ഒരു ബ്ലോക്ക് മുഴുവനും ബോംബിംഗിൽ തകർന്നു. ക്യാമ്പിലെ ഒരു വീട്ടിൽ മാത്രം 15 പേരാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ഗാസയിലെ റഫയിലും 13 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 84ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കുട്ടികളടക്കം 35 പേരാണ് മരിച്ചത്. ബോംബിംഗ് നടന്നത് UN പ്രമേയത്തിനു പിന്നാലെയാണെന്നും നിരവധി പേരെ കാണാതായെന്നും ഗാസയിലെ സർക്കാർ വാർത്താ ഏജൻസി അറിയിച്ചു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ അഭയാർത്ഥി ക്യാമ്പ് നാമാവശേഷമായി. ആശുപത്രികളിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും വാർത്താ ഏജൻസി അറിയിച്ചു. ഗാസയിൽ നിരുപാധിക അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട UN ജനറൽ അസംബ്ലി ബുധനാഴ്ച പ്രമേയം പാസാക്കിയിരുന്നു. ഇന്ത്യ അടക്കം 158 രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചിരുന്നു. ഇസ്രയേലും US അടക്കം 8 രാജ്യങ്ങൾ പ്രമേയത്തെ എതിർത്തു. 13 രാജ്യങ്ങൾ വിട്ടുനിന്നു. ഇതിനു പിന്നാലെയാണ് ഇസ്രയേൽ ഗാസയിൽ അപ്രതീക്ഷിത വ്യോമാക്രമണം നടത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.